ഇനിയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പഠിക്കേണ്ടത്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഈസി ആയിട്ട് കറക്റ്റ് സ്റ്റെപ്പിൽ അതിൽ പറയുന്ന വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. എന്താണ് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്? നമ്മൾ എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നത്? നമ്മൾ പ്ലാന്റ്സിന്റെയും അമീബയുടെയും ഒക്കെ പറഞ്ഞു അല്ലെ, നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ? നമ്മൾ കുറെ ഫുഡ് കഴിക്കുന്നുണ്ട് 3 നേരം, അതൊക്കെ എങ്ങനെയാണ് ഉള്ളിൽ പ്രോസസ് ആയിട്ട് വരുന്നത്, എനർജി ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലെ. So, nutrition in human beings take place in the digestive system. Okay? അപ്പൊ digestive system നമ്മൾ അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. The main organs of the digestive system are mouth, esophagus, stomach, small intestine, large intestine and anus. Okay? As you know. Okay, അറിയില്ലേ? Mouth, esophagus, food pipe, അതിനെയാണ് esophagus എന്ന് പറയുക. പിന്നെ stomach, small intestine, large intestine, then anus. Okay. ആൻഡ് നമ്മളുടെ ഈ ഓർഗൻസ് മാത്രമല്ല, കുറച്ച് ഗ്ലാൻസും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ മെയിൻ ഗ്ലാൻസ് ആർ സലൈവറി ഗ്ലാൻസ്, ഗാസ്ട്രിക് ഗ്ലാൻസ്, ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ്. എന്തൊക്കെയാണ്? സലൈവറി ഗ്ലാൻസ് ഉണ്ട്, ഗാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്, ലിവർ അല്ലെ, പാൻക്രിയാസ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ആൻഡ് ഈ പിക്ചർ, ഈ മനുഷ്യന്റെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഓരോ ഓർഗനിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. സോ മൗത്തിലാണല്ലേ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ഫ്രം മൗത്ത്. ഓക്കെ, സോ മൗത്ത് എന്താ? ദ ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് അല്ലെ. ഫുഡ് പല്ല് വെച്ചിട്ട് നമ്മൾ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രോക്ക് ചെയ്യും അല്ലെ, മുറിക്കും. എന്നിട്ടോ ആൻഡ് മിക്സ്ഡ് വിത്ത് സലൈവ. ഫുഡ് അങ്ങനെ പോവില്ല, ഇറ്റ് മിക്സ്ഡ് വിത്ത് സലൈവ അല്ലെ. സലൈവറി ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സലൈവ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ സലൈവയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് എന്ത് ചെയ്യുക? ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. ഓർത്ത് വെക്കുക. സോ സലൈവ കണ്ടെയ്ൻസ് എൻസൈംസ്, സലൈവറി അമൈലേസ്. വെരി ഇമ്പോർട്ടന്റ്. സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് അപ്പം എവിടെയുള്ളത്? മൗത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൗത്തിലുള്ള എൻസൈം ആണ് സലൈവറി അമൈലേസ്, പ്രൊഡ്യൂസ്ഡ് ഫ്രം സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, വിച്ച് കൺവേർട്സ് സ്റ്റാർച്ച് ഇൻടു ഷുഗർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ സ്റ്റാർച്ചിനെ ഷുഗർ ആയിട്ട് മാറ്റുന്നത് ആരാണ്? സലൈവറി അമൈലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെയായി. ഓക്കെ, then the food passes through the esophagus into the stomach. ഫുഡ് എന്ത് ചെയ്യും? പിന്നെ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പോകും. ഓക്കെ, ദെൻ സ്റ്റൊമക്ക് എന്താ? ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, അറിയോ? there is a movement. എന്താണ്? പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറയും. there is a movement known as peristalsis. Okay, so സ്റ്റൊമക്കിലേക്ക് ഈസോഫാഗസിൽ നിന്ന് ഫുഡ് പോകുന്നത് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ്. ഓക്കെ, എന്നാലേ എല്ലാ ഭാഗത്തേക്കും എന്താണ് എത്തുള്ളൂ ഫുഡ്. ഓക്കെ, സ്റ്റൊമക്കിൽ എന്താ ഇനി നടക്കുന്നത്? ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ഗ്യാസ്ട്രിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് ദ എൻസൈം പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. ഓക്കെ, ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ഗ്യാസ്ട്രിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് ദ എൻസൈം പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. എന്തൊക്കെയാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്, പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡും മ്യൂക്കസും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെ ഫംഗ്ഷൻ ചോദിക്കും. ഓക്കെ, പെപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പെപ്സിന്റെ ഫംഗ്ഷൻ എന്താ? പെപ്സിൻ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. PP പഠിക്കാൻ എളുപ്പമാണല്ലോ. പെപ്സിൻ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുക? എന്തിനാണ് സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്? എന്തിനാണ്? സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് മേക്സ് ദ മീഡിയം ആസിഡിക്. മീഡിയം എന്താക്കും? ആസിഡിക് ആക്കും. ആൻഡ് ഹെൽപ്സ് ഇൻ ദ ആക്ഷൻ ഓഫ് പെപ്സിൻ. ഈ പെപ്സിൻ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമല്ലോ, ആ ആക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യും ആര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻഡ് ഇറ്റ് മേക്ക് ദ മീഡിയം acidic. Okay, mucus protects the walls of the stomach from the action of the acid. ഇനി കുറേ ആസിഡ് ആയാൽ എന്താ? അസിഡിറ്റി ഒക്കെ വരുമല്ലേ. അപ്പൊ ആസിഡിറ്റി മീൻസ് ആസിഡിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാളിൽ എന്തും കൂടി ഉണ്ട്? മ്യൂക്കസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ഫംഗ്ഷൻ നോക്കിയല്ലോ. ആൻഡ് ദെൻ ദ ഫുഡ് പാസസ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇപ്പൊ സ്റ്റൊമക്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഓക്കെ,
അപ്പർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ അപ്പർ പാർട്ടിൽ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് എന്തുണ്ട്, ഇതിനെയാണ് ഡുവോഡിനം എന്ന് പറയാ. യു ക്യാൻ സി ഡുവോഡിനം. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡുവോഡിനം കാണാം. അപ്പൊ അപ്പർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് നമ്മൾ ഡുവോഡിനം എന്ന് പറയാ. ദ ഫുഡ് ഈസ് മിക്സ്ഡ് വിത്ത് ബൈൽ ഫ്രം ലിവർ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഫ്രം ദി പാൻക്രിയാസ്. അപ്പൊ എന്താ, ഈ ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് പോണ വഴി അതിന്റെ ഇപ്പുറത്ത് തന്നെ ആരുണ്ട്, മുമ്പിലായിട്ട് ലിവറും പാൻക്രിയാസും ഉണ്ട് അല്ലെ. സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും, ലിവറും പാൻക്രിയാസും ഉണ്ട്. അപ്പൊ ലിവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ബൈല് പ്രൊഡ്യൂസ് ചെയ്യും. ബൈൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ലിവർ പ്രൊഡ്യൂസ് ബൈൽ അല്ലെ. ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് ജ്യൂസസും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിലൊക്കെ മിക്സ്, ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഫുഡ് എന്താ ചെയ്യുക, അതിന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുക എങ്ങോട്ട്, സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക്. ഓക്കെ. ആൻഡ് ബൈൽ ബ്രേക്സ് ഡൗൺ ഫാറ്റ്സ് ഇൻ ടു സ്മോളർ ഗ്ലോബ്യൂൾസ്. അപ്പൊ ബൈൽ എന്ത് ചെയ്യും, ഫാറ്റിനെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. ബൈലിന്റെ ഫംഗ്ഷൻ എന്താ, ഫാറ്റിനെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കിയിട്ട് മാറ്റും. Then pancreatic juice contains the enzyme trypsin and lipase. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്താ ഉള്ളത്, ട്രിപ്സിനും ലിപ്പേസും. നമ്മുടെ കയ്യിൽ ഒരു പാൻ ഉണ്ട്, പാൻക്രിയാസിന് തൽക്കാലം നമ്മളൊരു പാൻ ആക്കി. ഈ പാനിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളത്, ട്രിപ്സിനും ലിപ്പേസും. ഓക്കെ, ട്രിപ്സിനും ലിപ്പേസും. ഓക്കെ, pancreatic juice contains the enzymes trypsin and lipase. Match the following ഒക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. And trypsin breaks down proteins and lipase break down fats. Trypsin എന്ത് ചെയ്യും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ലിപ്പേസ് ലിപ്പിഡിന്റെ ഒരു സിമിലാരിറ്റി കാണില്ലേ വേർഡില്, അപ്പൊ പഠിക്കാൻ എളുപ്പല്ലേ. ലിപ്പേസ് ലിപ്പിഡ്സിനെ, ഫാറ്റിനെ എന്താകും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, കിട്ടിയോ. അപ്പൊ സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ്. The glands present in the walls of the small intestine produces intestinal juice. Okay, അപ്പം സ്മോൾ ഇൻഡസ്റ്റൈൻ എന്താ, കോയിലായിട്ട് വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അല്ലേ കിടക്കുക. എന്താണ്, സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ഡൈജഷന്റെ പകുതി മുക്കാലും, മൊത്തം ഡൈജഷന്റെ കോംപ്ലക്സ് പാർട്ടിക്കിൾസ് ഒക്കെ സിമ്പിൾ ഫോം ആവുന്നത് ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ്, കുറെ നീളം ഉണ്ടല്ലേ സ്മോൾ ഇൻഡസ്റ്റൈൻ, അതിങ്ങനെ ചുരുണ്ട് കോയിലായിട്ടാണ് കിടക്കുന്നത്. സോ അതിന്റെ വോൾസിലൊക്കെ എന്തുണ്ട്, ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് ഉണ്ട്. ആ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദ എൻസൈംസ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് കൺവേർട്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടു ഗ്ലൂക്കോസ്. ഇപ്പൊ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ എൻസൈംസ് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആക്കും, ഫാറ്റ്സിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കും, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആക്കും. ഓക്കെ, എന്തൊക്കെയാ ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആക്കും, ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ് ആക്കും, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കും, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കും. ഓക്കെ, ഈ 3 കൺവേർഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഡൈജഷന്റെ ആ പ്രോസസ് തന്നെ എന്താണ്, പതിമുക്ക പ്രോസസ് തന്നെ സ്മോൾ ഇൻഡസ്റ്റൈനിലായി അല്ലെ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഭാഗമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എന്താക്കി, അമിനോ ആസിഡ് അതിന്റെ ബേസിക് സബ്സ്റ്റൻസ് ആക്കി. അപ്പൊ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആക്കും, ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി മാറ്റി, പിന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ എന്താക്കി, ഗ്ലൂക്കോസ് ആക്കി മാറ്റി. ഓക്കെ, അതൊക്കെ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് നടക്കുന്നത്. ആൻഡ് ദ വാൾസ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഹാസ് സെവറൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. എന്താണ് സ്മോൾ ഇൻഡസ്റ്റൈന്റെ വാൾസില് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വില്ലൈ അല്ലെങ്കിൽ വില്ലി എന്നൊക്കെ വിളിക്കുക. അപ്പം ഈ വില്ലി എന്ത് ചെയ്യും, അതില് ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ എന്തായി, അബ്സോർപ്ഷനും ആയി അല്ലെ. So the wall of the small intestine have several finger-like projections called villi having blood vessels. It helps to increase the surface area for the absorption of digested food. Digested food ഇന്ന് ഈ ഉണ്ടായ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം അല്ലെ, നല്ല ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതില് ഈ വില്ലിയിൽ എന്ത് ചെയ്യാ, ബ്ലഡ് വെസൽസും കൂടുതലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഇത് ഫുഡിനെ അബ്സോർബ് ചെയ്യും. ഫുഡിൽ നിന്ന് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തിട്ട് ബോഡിയുടെ എല്ലാ പാർട്ടിലും എത്തും. ഓക്കെ, ആൻഡ് ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ഓൾ സെൽസ് ഇൻ ദ ബോഡി. ദെൻ ദ അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടാവുമല്ലോ, വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ.
passes into the large intestine. Large intestineലേക്ക് പോകുമ്പോൾ എന്താ ലാസ്റ്റ് പാർട്ട് ആയില്ലേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ. ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് പോകുമ്പോൾ എന്താ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ത് ചെയ്യും അതിലുള്ള ബാക്കി വാട്ടറിനെ വേണ്ട വാട്ടറിന്റെ കണ്ടന്റിനെ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യും ആനസിലൂടെ എന്ത് ചെയ്യും റിമൂവ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഓരോ ഓർഗനിലും നടക്കുന്ന ചേഞ്ചസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആൻഡ് ഒരു ഹോംവർക്ക് തരാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്ത് ദ എക്സിറ്റ് ഓഫ് ഫുഡ് ഫ്രം ദ സ്റ്റൊമക് ഈസ് റെഗുലേറ്റഡ് ബൈ വിച്ച് മസിൽ. ഒരു മസിലാണ് നമ്മുടെ എന്ത് ചെയ്യുക ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് എന്താ എക്സിറ്റ് ആവുമ്പം ഇൻഡസ്റ്റൈനിലേക്ക് പോവാൻ നിൽക്കുമ്പം എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക. ആ മസിലിന്റെ പേരെന്താണ് എന്നൊന്ന് കണ്ടുപിടിക്കും. അപ്പൊ എന്താ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഇൻ ദ പോർഷൻ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെയിം ദ ഗ്രീൻ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻ സം സെൽസ് ഒബ്സർവ്ഡ് ബൈ എ സ്റ്റുഡന്റ് വെൻ എ ലീഫ് പീൽ വാസ് വ്യൂഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. വാട്ട് ഈസ് ദിസ് ഗ്രീൻ കളർ ഡ്യൂ ടു? സിമ്പിൾ അല്ലേ? എന്താണ് ദ ഗ്രീൻ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ എന്താണ് വിളിക്കുക? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ഗ്രീൻ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്താ ക്ലോറോപ്ലാസ്റ്റ് ആണ്. അതിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ കാണുക അല്ലെ. ദ ഗ്രീൻ കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ് ക്ലോറോഫിൽ. ഓക്കെ, പിന്നെന്താ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഫൗണ്ട് ഇൻ ഗ്രീൻ പ്ലാന്റ്സ്. ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ എന്തൊക്കെയാണ്? ഓട്ടോട്രോഫിക് ഉണ്ട്, പിന്നെന്താ ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സിൽ എന്താ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ് അല്ലെ. ലിസ്റ്റ് ദ റോ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസ് എന്തൊക്കെയാണ്, എന്തൊക്കെയായാലും വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുക. ആൻഡ് 3 events that occur during this process. ഞാൻ പറഞ്ഞു ഫോട്ടോസിന്തസിസിൽ 3 പ്രോസസ്സ് നടക്കും. ഇതൊക്കെയാണ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. പിന്നെ ഈ ലൈറ്റ് എനർജീനെ എന്താക്കി മാറ്റും? കെമിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെന്താ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പിന്നെന്താ ഒരു മൂന്നാമത്തെ പ്രോസസ്സും കൂടി ഉണ്ടല്ലോ. അങ്ങനെ 3 പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതി 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 പോവാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താ the labeling for the slide of the leaf peel showing stomata by a group of 4 students who made the diagram and tabulated the labels as follows. Okay, അപ്പം സ്റ്റൊമാറ്റ തന്ന അതേ പിക്ചർ തന്നെ വന്നിരിക്കുന്നു അല്ലെ. സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു എന്താണ് ഗോഡ് സെൽസ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്ലോട്ട്സ് പ്രൊവൈഡഡ് ഇൻ ദ ഫോളോവിങ് ടേബിൾ. അപ്പൊ ടേബിളില് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള പേര് XYZ കറക്റ്റ് പേര് കൊടുത്തിട്ട് നമ്മൾ ആ A ആണോ B ആണോ C ആണോ D ആണോ എന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ക്ലോറോപ്ലാസ്റ്റ് ആണോ X ക്ലോറോപ്ലാസ്റ്റ് ആണോ? ഓക്കെ, ആൻഡ് Y എന്താ ഗോഡ് സെൽ ആണോ? Y ഗോഡ് സെൽ ആണോ? ഓക്കെ, Z സ്റ്റൊമാറ്റൽ പോർ ആണോ? ഓക്കെ, അല്ല. നമ്മൾക്ക് എന്താ ആദ്യം നമുക്ക് XYZ എന്താന്ന് നോക്കാം. X എന്തായിരിക്കും? X ക്ലോറോപ്ലാസ്റ്റ് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. Y എന്താ സ്റ്റൊമാറ്റൽ പോർ ആണ് Y. ഓക്കെ, Z എന്താ ഗോഡ് സെല്ല് അല്ലെ, ഗോഡ് സെൽ ആണ് Z. ഓക്കെ, അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് സ്റ്റൊമാറ്റൽ പോർ ഗോഡ് സെൽ ഓപ്ഷൻ B ആയിരിക്കും ആൻസർ. ഓക്കെ, സോ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, പിന്നെ generally food is broken and absorbed within the body of organism. In which of the following organism is it done outside the body? ഓക്കെ, ശരീരത്തിന് പുറത്ത് ഫുഡ് എന്ത് ചെയ്യാ ബ്രോക്കൺ ആയിട്ട് അബ്സോർബ് ആവുന്ന ജീവി ഏതാണ് ഇതില്? അമീബ ആണോ, മഷ്റൂം ആണോ, പാരമീസിയം ആണോ, ലൈസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? അമീബയും പാരമീസിയും ലൈസ് ഒക്കെ അല്ല, ഇറ്റ് ഇസ് മഷ്റൂം. ഓക്കെ, അമീബയും പാരമീസിയും ലൈസ് ഒന്നല്ല, മഷ്റൂം ആണ്. ഓക്കെ, then identify the option that indicates the correct enzyme that is secreted in locations A, B, C. ഓക്കെ, അപ്പൊ A, B, C എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ തന്നിട്ടുണ്ട്. 1, 2, 3 റോമൻ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മൗത്തിൽ എന്താ ഉണ്ടാവുക? ഓഫ് കോഴ്സ് അമൈലേസ് അല്ലെ, സലൈവറി അമൈലേസ് ആണ് മൗത്തിൽ ഉണ്ടാവുക, നമ്മൾ പഠിച്ചു. പിന്നെ രണ്ടാമത്തെ എന്താ? സ്റ്റൊമക്കിൽ എന്താ ഉണ്ടാവുക? പെപ്സിൻ. പിന്നെന്താണ്? സ്മോൾ ഇൻഡസ്ട്രീന്റെ ഭാഗത്ത് പാൻക്രിയാസിന്റെ അടുത്ത് എന്തുണ്ടാവും?
ട്രിപ്സിൻ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും അതിന്റെ ആൻസർ. അമൈലേസ്, പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ. ഓക്കെ, സ്റ്റൊമക്കിന്റെ ഭാഗത്ത്. പിന്നെ ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഒരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫ്ലോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, കോളം 1ഉം കോളം 2ഉം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തത് ഈസോഫാഗസ്, മൗത്തിന്റെ ഭാഗമാണ് അല്ലെ. ദ ലെങ്ത് ഓഫ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫുഡ് ഓഫ് ദി അല്ല, ലെങ്ത് ഓഫ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫുഡ് ദ ഓർഗാനിസം ഈറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് പറയുന്നത്. ഹെർബിവോറസിന്റെ സ്മോൾ ഇൻഡസ്റ്റൈൻ ബിഗ് ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ട് അത് കേട്ടോ. ഹെർബിവോറസ്, അതായത് ഇപ്പം ഓട്ടോട്രോപ്സിന്, പ്ലാന്റ്സിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ആട്, മറ്റേ പശു എന്നൊക്കെ പറയുന്ന ഹെർബിവോറസ് ഉണ്ടാവും അല്ലെ. ഹെർബിവോറസിന്റെ സ്മോൾ ഇൻഡസ്റ്റൈൻ നമ്മളിനേക്കാളും എന്ത് ചെയ്യും, കൂടുതലായിരിക്കും അതിന്റെ നീളമൊക്കെ. കാരണം എന്താ, അവര് കൂടുതൽ പുല്ലൊക്കെ തിന്നുന്നതുകൊണ്ട് അതിൽ സെല്ലുലോസ് കൂടുതലായിരിക്കും. അപ്പൊ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഏരിയ ഉള്ള എന്ത് വേണം, സ്മോൾ ഇൻഡസ്റ്റൈൻ വേണം. അപ്പൊ അവരുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ വിൽ ബി ബിഗർ. സോ സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് എ എന്ന് പറയുന്ന സെന്റൻസ് ഡിപ്പിക്ട് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ലെങ്ത് ഓഫ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫുഡ് ദ ഓർഗാനിസം ഈറ്റ്സ്. ഓക്കെ, അപ്പൊ അത് 1 അല്ല. ഓക്കെ, ദെൻ ബി, ഇനീഷ്യൽ ഫേസ് ഓഫ് സ്റ്റാർച്ച് ഡൈജഷൻ. ഇനീഷ്യൽ ഫേസ് ഓഫ് സ്റ്റാർച്ച് ഡൈജഷൻ എവിടെയാണ്? അതാണ് 1. സോ 1 എന്താ, ബി ആണ് കേട്ടോ, മൗത്തിൽ അല്ലെ. പിന്നെ സി, ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ലിപ്പേസ് എൻസൈം ആക്ഷൻ. ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ലിപ്പേസ് എൻസൈം ആക്ഷൻ. അതെവിടെയാണ് നടക്കുക? increases the efficiency of lipase enzyme action അല്ലേ. അതും സ്മോൾ ഇൻഡസ്റ്റൈന്റെ താഴെയാണ് നടക്കുക. പിന്നെന്താ, ദിസ് ഇസ് ദ സൈറ്റ് ഓഫ് ദ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. അത് പക്ക സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് നടക്കുക. അപ്പൊ നമുക്ക് എന്താണ്, ഒന്ന് എന്താ, ബി ആണ് അല്ലെ. 1 ബി ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്, ബിയും സിയും ഉണ്ട്. 2 എന്താന്ന് നോക്കുക, 2 സി, ഇനീഷ്യൽ ഫേസ് ഓഫ് സ്റ്റാർ ഡൈജഷൻ. 2 ലിപ്പേസ് എൻസൈം ആക്ഷൻ, ലിവറിൽ അല്ലെ. രണ്ടാമത്തെ ലിവർ അല്ലേ കാണിച്ചിരിക്കണേ, ബ്രൗൺ കളറില് ലിവറാ കാണിച്ചിരിക്കണേ. സോ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ലിപ്പേസ് എൻസൈം ആക്ഷൻ. സോ ലിവർ. ഓക്കെ, സോ എന്താണ്, സി എന്താ വരിക, 2, C2 ആയിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കണം. പിന്നെന്താ, മാച്ച് ദ ടേംസ് ഇൻ കോളം എ വിത്ത് ദോസ് ഓഫ് കോളം ബി. ഓക്കെ, ട്രിപ്സിൻ എന്താ വരിക, പാൻക്രിയാസ്. അമൈലേസ് സലൈവ അല്ലെ. പിന്നെ ബൈല് ഓഫ് കോഴ്സ് ലിവർ. പെപ്സിൻ എന്ത്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. ഓക്കെ, മാച്ച് ദ ടേംസ് കോളം എ വിത്ത് കോളം ബി. ഓക്കെ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഓഫ് കോഴ്സ് എന്തിലാ, ഗ്രീൻ പ്ലാന്റിലെ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എവിടെയാ കാണുക, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഇറ്റ്സ് ഇൻ ഡീർ അല്ലേ. പിന്നെ പാരസൈറ്റിക് ന്യൂട്രീഷൻ ഇറ്റ്സ് ഇൻ ലീച്ച്, നമ്മുടെ അട്ട. ഡൈജഷൻ ഇൻ ഫുഡ് വാക്യൂൾസ് ഇറ്റ് ഈസ് ഇൻ പാരമീസിയം. അമീബയിലും പാരമീസിയത്തിലൊക്കെ ഫുഡ് വാക്യൂൾസിലാണ് ഡൈജഷൻ നടക്കുക. ഓക്കെ, കിട്ടിയില്ലേ. All plants give out oxygen during the day and carbon dioxide during the night. Do you agree with this statement? Give reason. Statement നന്നായിട്ട് വായിച്ചു നോക്കുക. All plants give out oxygen during the day and carbon dioxide during the night. Do you agree with this statement? Give reason. Okay. അപ്പോൾ during daytime, as the rate of photosynthesis is more than the rate of respiration, and the net result is the evolution of oxygen. At night there is no photosynthesis, so they give out carbon dioxide due to respiration. നമ്മളോട് പറയും ചിലപ്പം വീട്ടിലൊക്കെ ഉള്ളില് ചെടികളെ വളർത്തുന്നത് നല്ലതല്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും എന്നൊക്കെ അല്ലെ. ഒരു കണക്കിന് അത് ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പകൽ സമയത്ത് റെസ്പിറേഷനേക്കാളും കൂടുതൽ എന്താ, എന്തിന്റെ നിരക്കാണ് വർദ്ധിക്കുക, ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിൽ ബി ഹയർ. ഓക്കെ, അതുകൊണ്ട് ഓക്സിജൻ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. പക്ഷേ നൈറ്റ് ടൈമില് എന്താണ്, ലൈറ്റ് ഇല്ലല്ലോ. നൈറ്റ് ടൈമിൽ ലൈറ്റ് ഉണ്ടാവില്ല, അപ്പൊ അവിടെ ഫോട്ടോസിന്തസിസ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഓക്സിജന് പകരം എന്ത് ചെയ്യും, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്ലാന്റ്സ് വിൽ ഗീവ് ഔട്ട്. ഓക്കെ, എന്ത് പ്രോസസ് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഫോട്ടോസിന്തസിസ് ദ പ്രോസസ് ടേക്ക് പ്ലേസ് ആസ് റെസ്പിറേഷൻ ആണ് അവിടെ നടക്കുക. ഓക്കെ, പിന്നെ
പിന്നെന്താ വേറൊരു ക്വസ്റ്റ്യൻ, enlist the site of synthesis and storage of bile. എവിടെയാണ് ബൈലിന്റെ സിന്തസിസ് നടക്കുക? സിന്തസിസ് നടക്കുന്നത് ലിവറിൽ. സ്റ്റോർ ചെയ്യുക ഗൾ ബ്ലാഡറിൽ കേട്ടോ. സിന്തസിസ് നടക്കുക ലിവറിൽ, സ്റ്റോർ ചെയ്യുക ഗൾ ബ്ലാഡറിൽ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഇത് എടുത്തു നോക്കിയാൽ ലിവറും ഗൾ ബ്ലാഡറും അടുത്തടുത്തായിട്ട് കാണാം. ലിവറാണ് ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുക, പക്ഷെ ആ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുക ആരാ? ഗൾ ബ്ലാഡർ ആണ്, മറക്കരുത്. And bile juice does not have any digestive enzyme but still plays a significant role in the process of digestion. Justify the statements. Statement justify ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? Bile juice does not contain any digestive enzyme but it plays an important role in digestion because എന്താണ് കാരണം? The bile salts emulsify fat by acting on large fat globules to break them into smaller globules. ഒന്നുമില്ല, ബയലിന്റെ ഫങ്ഷൻ എഴുതുക. എന്താണ്? ഫാറ്റിനെ എന്താക്കും? സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. പിന്നെന്താ? എഫിഷ്യൻസി ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് കൂട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ദ ഫുഡ് എൻറ്ററിങ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് acidic. It is made alkaline by the action of bile juice so as to facilitate the action of pancreatic enzymes. Okay. അപ്പം acidic ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് പറഞ്ഞു സ്റ്റൊമക്കില്. acidic ആയിട്ടുള്ള ഈ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുമ്പം ഫുഡ് ഉണ്ടാവുക അസിഡിക് ആയിട്ടായിരിക്കും. അപ്പൊ അത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോ എന്താണ്? അസിഡിക് ആയിട്ടുള്ള ഫുഡിനെ ആൽക്കലൈൻ ആക്കണം. ഓക്കെ, അസിഡിക് ആയിട്ട് തന്നെ പോകാൻ പാടില്ല. അപ്പൊ അതിനെ ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്നത് ആരാ? ഈ ബൈലാണ്. അപ്പൊ ഫാറ്റിനെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കണു. പാൻക്രിയാറ്റിക് എൻസൈംസിന്റെ ഫെസിലിറ്റേഷന് സഹായിക്കുന്നു. എങ്ങനെ? ഈ മറ്റേ എന്ത് ചെയ്യുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈനെ ആൽക്കലൈൻ ആക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബൈല് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈൽ ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ? ബൈൽ ഇമ്പോർട്ടന്റ് ആണോ? അതെ. അപ്പൊ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ ആണ് ആൻഡ് സ്റ്റോർ ചെയ്യുന്നത് ഗൾ ബ്ലാഡറിലാണ്. ഓക്കെ. ഇനി എന്താ വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കൂ. ഔട്ട് ഓഫ് എ ഗോട്ട് ആൻഡ് എ ടൈഗർ വിച്ച് വൺ വിൽ ഹാവ് എ ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഗോട്ടും ടൈഗറും ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അതിൽ എന്താണ്, ഏതിലായിരിക്കും കൂടുതൽ വലിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാവുക? ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഹെർബിവോറസ് അല്ലെ, പ്ലാന്റ്സ് ഈറ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്, ആനിമൽസിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ്? ഗോട്ടായിരിക്കും. ഓക്കെ, ബിക്കോസ് സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സിൽ, അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വലുപ്പം ഇത്തരം ഹെർബിവോർസിൽ, ഇത്തരം ഓർഗാനിസത്തിൽ കൂടുന്നത്. പിന്നെ ടൈഗറിൽ എന്താ? ടൈഗറൊക്കെ കൂടുതൽ എന്താ? മീറ്റ് ആണല്ലേ. അപ്പൊ മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എന്താണ് പ്രോസസ്, അത്രയ്ക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ചെറിയ സ്മോൾ ഇൻറ്റസ്റ്റൈൻ മതി. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ പേഴ്സൺ സഫറിംഗ് ഫ്രം ലിവർ ഡിസീസ് ഈസ് അഡ്വൈസ്ഡ് ടു അവോയ്ഡ് ഫാറ്റി ആൻഡ് ഹൈലി അസിഡിക് ഫുഡ്സ്. ഓക്കെ, ലിവർ ഡിസീസസ് ഉള്ള ആളോട് പറഞ്ഞിരിക്കണു ഫാറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കരുത്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമ്മൾ ബൈലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പം ലിവർ ഡിസീസ് ഉള്ള ആൾക്ക് ബൈല് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ബൈൽ ഉണ്ടെങ്കിൽ മാത്രല്ലേ അസിഡിക് ആയ ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റുള്ളൂ. അത് പിന്നെ ഈ ഫാറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാനും ബൈല് വേണം. സോ ലിവർ ഡിസീസ് ഉള്ള ആൾക്ക് ബൈൽ ഓൾറെഡി എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താ? ഗാസ്ട്രിക് ജ്യൂസിലെ കമ്പോണൻസ് ഏതൊക്കെയാന്ന് എഴുതണം. റൈറ്റ് ദെയർ ഫങ്ഷൻസ്. അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും എഴുതണം. ഗാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് 3 കമ്പോണൻസ്. എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, എൻസൈം പെപ്സിൻ, പിന്നെ മ്യൂക്കസ്. നമ്മൾ പറഞ്ഞു അല്ലെ, അടിവരയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് acid in the stomach is used to make the medium acidic, to facilitate the action of enzyme pepsin and to kill germs if any. അല്ലെ, വേറൊരു ഇമ്പോർട്ടൻസ് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ? പെപ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മീഡിയം അസിഡിക് ആക്കുക എന്നുള്ളത് മാത്രമല്ല, എന്തെങ്കിലും ജെംസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന്? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ എന്താ? ഇറ്റ് വിൽ കിൽ ദ ജെംസ് ഓഫ് എനി. ഓക്കെ. ആൻഡ് എൻസൈം പെപ്സിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡൈജസ്റ്റ് പ്രോട്ടീൻസ് അല്ലെ, PP ഞാൻ പറഞ്ഞു. ഇറ്റ് ഡൈജസ്റ്റ് പ്രോട്ടീൻസ് ടു കൺവേർട്ട് ദം ഇൻടു പെപ്റ്റോൺസ്. ഓക്കെ, പ്രോട്ടീനെ എന്താക്കി മാറ്റും? പെപ്റ്റോൺ ആക്കി മാറ്റും. അല്ലെങ്കിൽ ഇത്ര പറഞ്ഞാൽ മതി. ഇറ്റ് ബ്രേക്ക് ഡൗൺ
പ്രോട്ടീൻ. ഓക്കെ, പിന്നെന്താ മ്യൂക്കസ്. മ്യൂക്കസ് എന്താ ചെയ്യാ? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ സ്റ്റൊമക് വാൾ ഫ്രം ഇറ്റ്സ് ഓൺ സെക്രീഷൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുമ്പോൾ ആസിഡിന്റെ അളവ് കൂടുമ്പോൾ എന്താ ചെയ്യാ? അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം, അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം അല്ലേ, ഇന്റസ്റ്റൈൻ്റെ സ്റ്റൊമക്കിന്റെ ഒക്കെ വാളിനെ. അതാരാ ചെയ്യുന്ന? സ്റ്റൊമക്കിന്റെ വാളിനെ പ്രൊട്ടക്ട് ചെയ്യാ എന്താണ്? ഈ മ്യൂക്കസ് ആണ്. ഓക്കെ ഓക്കെ ഇനി ഇത്രയും കാര്യങ്ങളാണ്. so far we have discussed about the important questions and some of the previous year question also from the topic nutrition in the chapter life processes. ഇനി നമ്മൾ എന്താ വരാൻ പോകുന്ന ക്ലാസ്സിൽ നമുക്ക് റെസ്പിറേഷനും ബാക്കി വരുന്ന ലൈഫ് പ്രോസസ്സും പഠിക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമന്റ് ചെയ്യുക. All the best for your exam also. Okay.